ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് എംബ്രോയ്ഡറി നോക്കിയാലോ. അപ്പോൾ നമുക്ക് എംബ്രോയ്ഡറിയിൽ ആദ്യം പഠിക്കേണ്ടത് റണ്ണിങ് സ്റ്റിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ച് രണ്ട് വിധമുണ്ട്, ഈവൻ റണ്ണിങ് സ്റ്റിച്ചും അൺഈവൻ റണ്ണിങ് സ്റ്റിച്ചും. ആദ്യം നമുക്ക് ഈവൻ റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയും നോക്കാം. അതിനായിട്ട് ആദ്യം സൂചിയിൽ നൂല് കോർത്തതിന് ശേഷം അതിൻ്റെ എൻഡൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. നൂല് ഇളകി പോകാതിരിക്കുക, ലോക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടിയിൽ നിന്ന് മുകളിലോട്ട് കുത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ലോക്ക് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈവൻ റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അത് അടിയിൽ നിന്നൊരു സൂചി കുത്തിയെടുക്കുക. നമുക്കൊരു ലൈൻ വരയ്ക്കാനുണ്ട്, നമ്മൾ വിട്ടുപോയി. ആദ്യം നമുക്കൊരു ലൈൻ വരയ്ക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, വളഞ്ഞ് കുളഞ്ഞ് വരും. അപ്പോൾ നമുക്കത് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്കത് ഒരു ലൈൻ വരച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ചെറിയൊരു സ്പേസ് വിട്ടിട്ടാണ് ഫസ്റ്റത്തെ നമ്മൾ കുത്തേണ്ടത്. ചെറിയൊരു സ്പേസ് ഇട്ട് താഴത്തോട്ട് കുത്തിയെടുത്തതിന് ശേഷം അതേ സ്പേസ് വിട്ടിട്ട് നമ്മൾ അടുത്തൊന്ന് കുത്തണം. നമ്മൾ ആദ്യം കുത്തിയിട്ടുള്ള അത്രയും സ്പേസ് അടുത്തൊരു ഗ്യാപ്പായിട്ട് കൊടുത്തിട്ട് വീണ്ടും സൂചി കുത്തിയെടുക്കണം. ഇങ്ങനെ മുകളിലോട്ട് കുത്തിയെടുക്കണം. ഫസ്റ്റ് കുത്തി അതേ വീതിക്ക് തന്നെ അടുത്ത നൂലും സ്പേസ് ഇട്ടിട്ട് കുത്തിയെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഈവൻ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുന്നത്. വളരെ എളുപ്പമാണ്. നമ്മൾ എംബ്രോയ്ഡറിയിൽ ആദ്യം പഠിക്കുന്നത് ഇതാണ്. സിമ്പിളായിട്ടാണ് ഈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ റണ്ണിങ് സ്റ്റിച്ചിൽ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് റണ്ണിങ് സ്റ്റിച്ച് വരുന്നത്. ഇനി ഇതിൻ്റെ പുറകു വശം ഇങ്ങനെയാണ് കിട്ടുന്നത്. പുറകു വശത്ത് ഒരു റണ്ണിങ് പോലെ തന്നെയാണ് കിട്ടുന്നത്. ഇതേപോലെ ഒരേ സ്പേസിലും ഒരേ വീതിയിലും നമ്മൾ കുത്തി കുത്തി പോകണം. അതാണ് ഈവൻ റണ്ണിങ് സ്റ്റിച്ച്. ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഇതേപോലെ കുത്തി കുത്തി പോവുക. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നോൺ ഈവൻ സ്റ്റിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യത്തെ പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വീണ്ടും വരയ്ക്കുക. തൊട്ടടുത്തായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. തൊട്ടടുത്തായിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിൽ നമുക്ക് നോൺ ഈവൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ചെയ്ത ഈ റണ്ണിങ് സ്റ്റിച്ചില്ലേ, സെയിം പോലെ തന്നെയാണ് നോൺ ഈവനും, പക്ഷെ കുറച്ച് ഗ്യാപ്പ് കൂടുതൽ വരുമെന്നേ ഉള്ളൂ. അപ്പോൾ അതിന് ഇതേപോലെ സൂചി കുത്തിയെടുത്തതിന് ശേഷം വലിയൊരു അകലം വിട്ട് നമുക്ക് സൂചി ഒന്ന് താഴോട്ട് കുത്തിയിറക്കാം. ഇങ്ങനെ കുത്തിയിറക്കാം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ നൂലിനൊരു ഗ്യാപ്പ് ഇട്ടില്ലേ, അതേ ഗ്യാപ്പ് സ്പേസുമായിട്ടും വിടണം. അതേ സ്പേസായിട്ട് വിട്ട് വീണ്ടും കുത്തിയെടുക്കണം. കണ്ടില്ലേ, നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, കുറച്ച് ഗ്യാപ്പ് വരുമെന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് നമുക്ക് നോൺ ഈവൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അതേ ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് താഴത്തു നിന്ന് കുത്തിയെടുക്കുക. അതേ സ്പേസ് ഇട്ട് താഴത്തോട്ട് കുത്തുക. ഇങ്ങനെ കുത്തുന്നതാണ് നോൺ ഈവൻ സ്റ്റിച്ച്. നമ്മൾ ഈ റോഡ് ഇതൊക്കെ ചെയ്യുന്നില്ലേ, അതിനാണ് നമ്മൾ കൂടുതലായിട്ട് നോൺ ഈവൻ റണ്ണിങ് സ്റ്റിച്ചൊക്കെ കൊടുക്കുന്നത്, നല്ല ഗ്യാപ്പ് ഇട്ട് വരുന്ന ഇതിന്. ബാക്കി നമുക്ക് ഈ പിക്ചറൊക്കെ ബാക്കിയെല്ലാം ചെയ്യുന്നതിന് നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്ത ഈവൻ റണ്ണിങ് സ്റ്റിച്ച്. അപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് പഠിച്ചല്ലോ. ഇനി ഇതിൽ നമുക്ക് എങ്ങനെയാണ് പിക്ചർ ചെയ്യുന്നതെന്ന് നോക്കാം. റണ്ണിങ് സ്റ്റിച്ചിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് പിക്ചർ വേണമെങ്കിലും ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിൽ പിക്ചർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു പിക്ചർ ഒന്ന് വരച്ചെടുക്കാം. ഒരു വൈറ്റ് പേപ്പറിൽ ഇതേപോലെ ഒരു ക്യാറ്റ് വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ഒരു പിക്ചർ വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് എടുത്ത് ഇതേപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം. ഇനി ഞാനത് ഡയറക്റ്റായിട്ട് ഈ പോപ്ലിൻ തുണിയിലോട്ട് വരച്ചെടുക്കുകയാണ്. നമ്മൾ ഈ എംബ്രോയ്ഡറി ചെയ്യാൻ ഉപയോഗിക്കുന്നത് പോപ്ലിൻ ക്ലോത്താണ്. ഈ ക്ലോത്തിന് പറയുന്ന പേരാണ് പോപ്ലിൻ. എല്ലാ ടെക്സ്റ്റൈൽസിലും ഇപ്പോൾ ഈ പോപ്ലിൻ ക്ലോത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ബ്ലാക്കും ഉണ്ട്, വൈറ്റും ഉണ്ട്. ഞാനിപ്പോൾ വൈറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വെള്ള ത്രെഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബ്ലാക്കാണ് കുറച്ചുകൂടെ മാച്ചായിട്ട് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ വെള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് പിക്ചറൊന്ന് ട്രേസ് ചെയ്തെടുക്കണം. ആ ക്യാറ്റ് നമ്മളൊന്ന് വരച്ചെടുക്കുകയാണ് അതുപോലെ. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം.
അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റണ്ണിങ് സ്റ്റിച്ചിൽ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സൂചിയിൽ ഇങ്ങനെ നൂലൊന്ന് കോർത്തതിന് ശേഷം നമുക്ക് റണ്ണിങ് സ്റ്റിച്ചിൽ ഇത് മൊത്തം ഒന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ അടിഭാഗത്തു നിന്ന് സൂചി കുത്തി മുകളിലോട്ടെടുത്തിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ചെറിയ സ്പേസിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പിക്ചറൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വളരെ ചെറിയ സ്പേസിലാണ് ചെയ്യുന്നത്. ഗ്യാപ്പും വളരെ ചെറുതായിരിക്കും, നൂലിൻ്റെ അകലവും വളരെ ചെറുതായിരിക്കും. പിന്നെ അടുപ്പിച്ചടുപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് ക്യാറ്റിനെ ചെയ്തെടുക്കാം. ഞാൻ ത്രെഡ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ആ ത്രെഡ് തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നേന്ന് തച്ചതാണ് ഇത്. പിന്നെ യെല്ലോയും ബ്ലാക്കും ഒരു കോൺട്രാസ്റ്റ് എടുത്ത് ഞാൻ ചെയ്തതാണ്. ബാക്ക് വശം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് റണ്ണിങ് സ്റ്റിച്ചിൽ നമ്മൾ പിക്ചറൊക്കെ ചെയ്യുന്നത്. അടിപൊളിയായിട്ട് നമുക്ക് ക്യാറ്റിനെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ. ഇനി അടുത്ത വീഡിയോ കാണാം.